ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. തെങ്ങിൻ തോപ്പുകളാലും വയലേലകളാലും പ്രകൃതി രമണീയമായ സുന്ദര ഗ്രാമം, മയിലുകളുടെ വാസസ്ഥലം എന്ന ചരിത്ര പൈതൃകം ഈ ഗ്രാമത്തെ മൈലൂർ എന്ന നാമധേയത്തിൽ എത്തിച്ചു. 1952 പരേതനായ അമലിപ്പുറത്ത് മക്കാർ പിള്ള സാഹിബ് ആരംഭം കുറിച്ച് പിന്നീട് എം മക്കാർ അവറുകളുടെ നിസ്വാർത്ഥ സേവനത്തിലൂടെ പുരോഗതി കൈവരിച്ച ഈ സ്ഥാപനം ഇന്ന് യൂസഫ് എം മുളാട്ട് എന്ന അമരക്കാരനിലൂടെ പ്രവർത്തിക്കുന്നു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന LP സ്കൂളായ ഇവിടെ ഈ വർഷം 906 കുട്ടികൾ അധ്യയനം നടത്തുന്നു. 2016-17 അധ്യയന വർഷത്തെ ആരംഭം കുറിച്ചുകൊണ്ട് കുരുന്നുകളെ കളിമുറ്റത്തു നിന്നും അക്ഷരമുറ്റത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്ത് ജൂൺ 1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അക്ഷരമുറ്റത്തേക്ക് കടന്നുവന്ന കുരുന്നുകളെ നാട്ടുകാരും അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്വാഗതഗാനം ആലപിച്ച് സ്വീകരിച്ചാനയിച്ചു. മണ്ണിന്റെയും മരങ്ങളുടെയും ചേതനയെ തൊട്ടുണർത്തി ജൂൺ 5 പരിസ്ഥിതി ദിനം സംഘടിപ്പിച്ചു. അക്ഷരവൃക്ഷ ക്യാമ്പയിന്റെ ഭാഗമായി അടിവാട് കവലയിൽ നടന്ന പരിപാടിയിൽ കുട്ടികൾ വഴിയാത്രക്കാർക്കും വ്യാപാരികൾക്കുമായി 500ഓളം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഷീദ സലീം നിർവഹിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ച് കുട്ടികളിൽ അറിവ് നൽകാൻ സ്കൂൾ പാർലമെന്റ് ക്ലാസ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളിൽ നിന്നും കുമാരി ഹന്ന MA സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു. അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗത്തിൽ നിന്നും 16 അംഗങ്ങളെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. ആദ്യ യോഗത്തിൽ നൌഷാദ് TK PTA പ്രസിഡന്റായും, KK ഉദയൻ വൈസ് പ്രസിഡന്റായും, ലൈല KM മാതൃസംഗമം ചെയർപേഴ്സണായും, സൗമ്യ എൽദോസ് വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പോഷകാഹാര പദ്ധതി അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ മേൽനോട്ടത്തിൽ സ്കൂൾ പോഷകാഹാര പദ്ധതി നടത്തിവരുന്നു. ഓരോ ദിവസവും ഉച്ചഭക്ഷണത്തിന് വ്യത്യസ്ത വിഭവങ്ങളും നൽകി വരുന്നു. കൂടാതെ ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നു. വായനാ ദിനത്തിന്റെ ഭാഗമായി ജൂൺ 19 കക്കാട്ടൂർ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ വായനാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ പായിപ്ര ദമനൻ മുഖ്യാതിഥിയായിരുന്നു. ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം ചാന്ദ്രദിനമായി ആചരിച്ചു വരുന്നു. ഈ വർഷം നമ്മുടെ സ്കൂളിലെ ചാന്ദ്രദിനം വ്യത്യസ്തമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല മോഹനൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ അനുസ്മരണം ജൂലൈ 27 സംഘടിപ്പിച്ചു. കലാമിന്റെ മൊഴിമുത്തുകൾ കോർത്തിണക്കിയ ജ്ഞാനമരത്തിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് നൌഷാദ് TK നിർവഹിച്ചു. സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റിയോ ഒളിമ്പിക്സിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് 4 കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ മാതൃകയിൽ അണിനിരുന്നത് കൗതുകകരമായ കാഴ്ചയായിരുന്നു. ഗൃഹാതുര സ്മരണ ഉണർത്തിക്കൊണ്ട് ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. മൈലൂർ പ്രദേശത്തെ പ്രധാന കർഷകനായ വർഗീസ് പൂഞ്ചരക്കുടിയെയും കർഷക തൊഴിലാളിയായ ശ്രീ തങ്കപ്പനെയും ആദരിച്ചു. തങ്കപ്പൻ ചെറുകരയുടെ കർഷക പാട്ട് കുട്ടികളിൽ ആവേശം ഉണർത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സ്മരണ ഉണർത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം. ആഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ പതാക ഉയർത്തി. വാർഡ് മെമ്പർ ഉമൈബ നാസർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കുട്ടികൾ ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപട മാതൃകയിൽ മുറ്റത്ത് അണിനിരന്നു. ഭാരതത്തിന്റെ വേദഭാഷയായ സംസ്കൃതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റ് 18 സംസ്കൃത ദിനമായി ആചരിച്ചു. മഹാബലി തമ്പുരാനോടൊപ്പം ചിങ്ങമാസത്തിലെ പൊന്നോണ പുലരിക്ക് മൈലൂരിന്റെ കുരുന്നുകൾ വൈവിധ്യങ്ങളായ വർണ്ണ വസന്തം ഒരുക്കി. ഓണസദ്യയൊരുക്കാൻ രക്ഷാകർതൃ സമിതി അംഗങ്ങൾ സജീവമായി രംഗത്തെത്തി. പൂർവ്വ ഗുരുക്കന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 5 അധ്യാപക ദിനം സംഘടിപ്പിച്ചു. നമ്മുടെ സ്കൂളിന്റെ പ്രഥമ ഹെഡ്മാസ്റ്ററായിരുന്ന ബാലകൃഷ്ണൻ നായർ സാറിനെയും
അധ്യാപകനായിരുന്ന പരീദ് സാറിനെയും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. ബാലകൃഷ്ണൻ സാറിനെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഷീദ സലീമും, പരീദ് സാറിനെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിർമ്മല മോഹനനും പൊന്നാടയണിയിച്ചു. ആദരണീയനായ പരീദ് സാർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി നമ്മളിൽ നിന്നും വിട പറഞ്ഞ വിവരം വ്യസനസമേതം ഓർക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം മൃഗസംരക്ഷണത്തിലും താൽപര്യം ഉളവാക്കാൻ വാരപ്പെട്ടി മൃഗാശുപത്രിയുടെ സഹകരണത്തോടെ മുട്ട സമൃദ്ധി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതി പ്രകാരം 50 കുട്ടികൾക്ക് സൗജന്യമായി 5 മുട്ടക്കോഴികളും കോഴിത്തീറ്റയും മരുന്നും സൗജന്യമായി വിതരണം ചെയ്തു. ശിശുദിനം കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ കുട്ടികൾ ചാച്ചാജിയുടെ വേഷത്തിൽ ക്ലാസുകളിൽ എത്തി. കൂടാതെ നെഹ്റുജിയുടെ പ്രധാന പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തി ചാർട്ട് പ്രദർശനവും സംഘടിപ്പിച്ചു. സബ് ജില്ലാ കലോത്സവം കോതമംഗലം സബ് ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി 14-ാം വർഷവും മുഴുവൻ പോയിന്റും നേടിക്കൊണ്ട് അറബിക് കലോത്സവത്തിൽ ഓവറോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. LP പൊതുവിഭാഗത്തിൽ 4-ാം സ്ഥാനത്തും 5-ാം ക്ലാസ് കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് UP വിഭാഗത്തിൽ 5-ാം സ്ഥാനത്തും എത്തി. സബ് ജില്ലാ കലോത്സവത്തിൽ 8 ഇനത്തിൽ A ഗ്രേഡോടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഹലോ ഇംഗ്ലീഷ് പ്രോഗ്രാം കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ ഹലോ ഇംഗ്ലീഷ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജനുവരി 24-ാം തീയതി സംഘടിപ്പിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സവിത ശ്രീകാന്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ജില്ലാ കായികമേള കോതമംഗലത്ത് വെച്ച് നടന്ന സബ് ജില്ലാ കായികമേളയിൽ ഈ സ്കൂളിലെ 4 കുട്ടികൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. PCM സ്കോളർഷിപ്പ് ഈ വർഷത്തെ PCM സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 68ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ എന്ന സന്ദേശവുമായി കുട്ടികൾ സ്കൂളിൽ പേപ്പർ ബാഗുകളുടെ നിർമ്മാണം നടത്തിവരുന്നു. മൈലൂർ പ്രദേശത്തെ വ്യാപാരികൾക്ക് കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകൾ സൗജന്യമായി വിതരണം ചെയ്തു വരികയാണ്. പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം സബ് ജില്ലാ തലത്തിൽ മലർവാടി ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ നിന്നും സച്ചിൻ ബിജു 1-ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2-ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ കുട്ടിയെ ഈ അവസരത്തിൽ പ്രത്യേകം പ്രശംസിക്കുകയാണ്. കായിക ദിനം ഈ വർഷത്തെ വാർഷിക സ്പോർട്സ് വാരപ്പെട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വീറും വാശിയോടെയും കൂടി നടന്നു. കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിക്കാൻ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷി എത്തിയത് കുട്ടികളെ ആവേശഭരിതരാക്കി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം നാട്ടുകാരും PTA ഭാരവാഹികളും സ്കൂളിൽ ഒത്തുകൂടി സ്കൂൾ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സ്കൂളിൽ ഓരോ പാഠഭാഗങ്ങൾക്കും പ്രത്യേകം ആനിമേഷനോടുകൂടി പഠനം നടത്തുവാൻ 3 സ്മാർട്ട് ക്ലാസ് റൂമുകൾ നടന്നുവരുന്നു. വരും വർഷങ്ങളിൽ ഇത് എല്ലാ ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് മാനേജ്മെന്റ്. കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഒരു നഴ്സിന്റെ സേവനം നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ്. ഇതുമൂലം കുട്ടികളുടെ മാനസിക ശാരീരിക വികാസഘട്ടങ്ങളിൽ ആവശ്യമായ ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കും. കാരുണ്യദീപം പദ്ധതി ദാനത്തിന്റെ പ്രതീകവുമായി മൈലൂരിലെ കുഞ്ഞുമക്കൾ ബുധനാഴ്ച തോറും കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്വരൂപിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് ഈ കാരുണ്യദീപം. 5 വർഷം കൊണ്ട് ഏകദേശം 14 ലക്ഷം രൂപയോളം ധനസഹായമായി കൊടുക്കുവാൻ കഴിഞ്ഞു. ഈ വർഷം 80,000 രൂപ ഈ പദ്ധതിയിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട്. വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പദ്ധതിയോട് സഹകരിക്കുന്ന നല്ലവരായ രക്ഷിതാക്കളോട് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായി മലയാള ഭാഷാ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി മലയാള തിളക്കം പരിപാടി വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്നു. ഈ സ്ഥാപനത്തെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്താൻ ഏറ്റവും അധികം പങ്കുവഹിച്ച വ്യക്തിയാണ് ഇന്ന് നാം യാത്രയയപ്പ് നൽകുന്ന ശ്രീമതി ആലീസ് ടീച്ചർ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ മാതൃകയാണ് ആലീസ് ടീച്ചർ. ഈ അവസരത്തിൽ ആലീസ് ടീച്ചറോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഈ സ്ഥാപനത്തിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ ഈ സ്ഥാപനത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്ത 2 അധ്യാപികമാർ ഈ വർഷം PSC നിയമനം ലഭിച്ച് വിവിധ സ്കൂളുകളിലേക്ക് മാറുകയുണ്ടായി.
ശ്രീമതി ജൽസ ഖാദർ കോഴിപ്പള്ളി LPSലേക്ക്, സിജോമോൾ പി ജോൺ ചാത്തമറ്റം ഗവൺമെന്റ് സ്കൂളിലേക്കും PSC നിയമനം ലഭിച്ചതിന്റെ പേരിൽ മാറുകയുണ്ടായി. ഈ സ്ഥാപനത്തിനു വേണ്ടി അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഭാവി ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ വർഷത്തെ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാർച്ച് 8 ബുധനാഴ്ച രാവിലെ വാർഷിക സപ്ലിമെന്റിന്റെ പ്രകാശനവും പതാക ഉയർത്തൽ ചടങ്ങും നടന്നു. വാർഷിക പതിപ്പിന്റെ പ്രകാശനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഷിക സപ്ലിമെന്റിന്റെ പ്രവർത്തനത്തിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുവാൻ ഈ സ്കൂളിന് താങ്ങും തണലുമായി നിൽക്കുന്ന നല്ലവരായ നാട്ടുകാരോടും രക്ഷിതാക്കളോടും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൂടാതെ ഒരുമയോടെ പ്രവർത്തിക്കുന്ന അധ്യാപക അനധ്യാപക ജീവനക്കാർ, രക്ഷാകർതൃ സമിതി അംഗങ്ങൾ, മാനേജ്മെന്റ്, മേലധികാരികൾ എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. വരും നാളുകളിൽ വിശാലമായ കളിസ്ഥലത്തിനും ക്ലാസ് അടിസ്ഥാനത്തിൽ മൾട്ടിമീഡിയ ക്ലാസുകൾക്കും വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമം നടത്തുന്ന മാനേജ്മെന്റിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾക്ക് നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.